ശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല കഥ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച കഥയാണ് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ. നമ്മൾ പറഞ്ഞല്ലോ, ആ കഥ മറ്റു കഥകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഒരുപാട് ഗുണങ്ങൾ അതിൽ പഠിക്കാനുണ്ട് എന്നതാണ്. മറ്റുള്ള ചരിത്രങ്ങളിലൊക്കെ പഠിക്കാനുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരുപാട് പാഠങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്, ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുണ്ട്. അള്ളാഹു അത് ഉൾക്കൊള്ളാൻ തൗഫീക്ക് തരട്ടെ. മാത്രല്ല, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഈ ചരിത്രത്തിൽ കടന്നു വരുന്നുണ്ട് എന്നതാണ്. മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സാധാരണ കഥകളിൽ നിന്ന് വിഭിന്നമായി ഈ ഒരു കഥയെ, ചരിത്രത്തെ അഹ്സനുൽ ഖസസ് എന്ന് പറയാനുള്ള കാരണം ലിഅന്ന ഫീഹാ ദിക്റുൽ അംബിയാഇ വസ്സാലിഹീന വൽ മലായിക. ഈ ചരിത്രം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൽ പലയിടങ്ങളിലും അമ്പിയാക്കളാണ്, പലയിടങ്ങളിലും സാലിഹീങ്ങളാണ്, പലയിടങ്ങളിലും മാലാകമാരാൻ. വശയാത്തീൻ, പിന്നെയോ പിശാചുക്കളുണ്ട്. വൽ ജിന്നു, ജിന്ന് വർഗമുണ്ട്. വൽ ഇൻസു, എല്ലാവിധത്തിലുള്ള മനുഷ്യരുമുണ്ട്. വല്ലൻആം, എല്ലാ മൃഗങ്ങളുമുണ്ട്. വത്വൈറു, പക്ഷിയുണ്ട്. വസിയറുൽ മുലൂക്കി, രാജാക്കന്മാരുടെ ചരിത്രം ഇതിൽ കടന്നു വരുന്നുണ്ട്. വൽ മമാലിക്, ഇതിൽ അടിമകളുടെ കഥ കടന്നു വരുന്നുണ്ട്. രാജാക്കന്മാരുണ്ട്, അടിമകളുണ്ട്. വത്തുജാർ, ഈ ചരിത്രത്തിൽ കച്ചവടക്കാരുണ്ട്, ബിസിനസ് ഉണ്ട്. വൽ ഉലമാ, നിറഞ്ഞ പണ്ഡിതന്മാർ ഇതിൽ കടന്നു വരുന്നുണ്ട്. വൽ ജുഹാൽ, ഉലമാഇന്റെ നേരെ വിപരീതാണ് ജുഹാൽ, ഒരു വിവരമില്ലാത്തവരും ഈ കഥയിലുണ്ട്. വൽരിജാലു വന്നിസാ, ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാം ഈ ചരിത്രത്തിലുണ്ട്. വഹിയലിഹിന്ന വമക്രിഹിന്ന, പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങൾ ഇതിൽ കടന്നു വരുന്നുണ്ട്, അവരുടെ ചതികൾ കടന്നു വരുന്നുണ്ട്. വഫീഹാ ദിക്റുത് തൗഹീദ്, ഇതിലൂടെ തൗഹീദ് പഠിപ്പിക്കുന്നുണ്ട്. വൽ ഫിഖ്ഹ്, ഇതിലൂടെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. വസ്സിയർ, ഇതിലൂടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വതഅബീറുർ റുഅ്യാ, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിക്കുന്നുണ്ട്. വസ്സിയാസിയ, ഇതിൽ രാഷ്ട്രീയമുണ്ട്. വൽ മുആശിറ, ഇതിൽ സാമൂഹ്യ പാഠങ്ങളുണ്ട്. വതദ്ബീറുൽ മആശ്, അങ്ങനെ ജീവിതത്തിന്റെ വിവിധങ്ങളായ വകുപ്പുകൾ, മേഖലകൾ എല്ലാം കടന്നു വരുന്ന വല്ലാത്തൊരു ചരിത്രമാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രം. പഠിച്ചവനെ നന്നായി പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ കൂടിയവരാണ്. തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വപ്നം കണ്ട കഥ പറഞ്ഞ് അല്ലാഹു തുടങ്ങുകയാണ്. ശ്രദ്ധിക്കണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ഉറങ്ങരുത്, ആയത്ത് നല്ലോണം കേൾക്കുക. ആ ആയത്തിന്റെ അർത്ഥം എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ സന്ദർഭവും അതിന്റെ വിശദീകരണവും ശരിക്ക് ഹൃദയത്തിൽ കുത്തിവെക്കുക. അപ്പൊ കേവലം ഒരു കഥ കേൾക്കൽ മാത്രമാവില്ല, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ വലിയ ഒരു ഇബാദത്തായി ഇത് മാറും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇദ് ഖാല യൂസുഫ് ലിഅബീഹി, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഇത് എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്ക്, ഒന്ന് ഓർക്ക്, നിന്റെ മനസ്സ് ഇതിലേക്കൊന്ന് കൊണ്ടുവരൂ എന്നാണ് അതിന്റെ അർത്ഥം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ആരോട്?
ലി അബീഹി, യൂസുഫ് നബിയുടെ ഉപ്പയോട് ആ പൊന്നുമോൻ പറയുകയാണ്. ആരാ ഉപ്പ? ഒന്ന് പറ, നിങ്ങൾ ഉറക്കൊന്ന് പോയിക്കോട്ടെ. ഒരു നബിന്റെ പേരല്ലേ, അത് പറയലെന്നെ ബറക്കത്തല്ലേ. ദിക്റു സ്വാലിഹീന ഇബാദ, അമ്പിയാക്കളെ പറയലെന്നെ ഇബാദത്താണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പയുടെ പേര് യാക്കൂബ്. യാക്കൂബ് നബിക്ക് ചരിത്രത്തിൽ അറിയപ്പെട്ട മറ്റൊരു പേരും കൂടെയുണ്ട്. എന്താണത്? ഹലോ, റേഞ്ചിലില്ലേ? കേൾക്കണില്ലേ? വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇന്ന് ബനു ഇസ്രായേൽ എന്ന് പറയപ്പെടുന്നവരൊക്കെയും ആ ബാപ്പയുടെ മക്കളാണ്. ചരിത്രത്തിന്റെ വലിയ ഒരു തുടക്കാണത്. ബനു ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതാണ് ഖുർആന്റെ ചരിത്രം. ഇസ്രായേൽ എന്നാൽ അബ്ദുള്ള എന്നാണ് അതിന്റെ അർത്ഥം. ഈൽ എന്നാൽ അല്ലാഹ്, ഇസ്ര എന്നാൽ അബ്ദ്, ഇസ്രായേൽ അബ്ദുള്ള. അത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. ബനു ഇസ്രായേൽ എന്നാൽ ഈ യൂസുഫ് നബി അടക്കമുള്ള എല്ലാ മുത്തുനബി ഒഴികെ ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ യാക്കൂബ് നബിക്ക് ശേഷം ആരൊക്കെ വന്നോ അവരൊക്കെ ആരിൽപ്പെട്ടതാണ്? ബനു ഇസ്രായേൽ. ഈ യാക്കൂബ് നബിയുടെ മക്കളാണ്. ഈ യാക്കൂബ് നബിയുടെ മക്കൾ. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് വലിയ ബോധമുണ്ടാക്കി തരട്ടെ. ഏതായാലും തന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പയോടാ മകൻ പറയുകയാണ്, യാ അബ്ബത്തി ഇന്നി റഅയ്തു 11 കൗകബാ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യാ അബ്ബത്തി, അർത്ഥം നിങ്ങളും കൂടി എന്റെ കൂടെ ഒന്ന് കൂടി എന്നാ എനിക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുമല്ലോ. യാ അബത്തി എന്ന് പറഞ്ഞാൽ ഉപ്പാന്ന് പറഞ്ഞ അർത്ഥം പൂർത്തിയാവില്ല. അതിന് യാ അബി എന്ന് പറഞ്ഞാൽ മതി. യാ അബി എന്ന് പറഞ്ഞാലാണ് ഉപ്പ, എന്റെ ഉപ്പ എന്ന അർത്ഥം. യാ അബത്തി എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നുപ്പച്ചിയെ. ഉപ്പാന്ന് വിളിക്കുന്നതും ഉപ്പച്ചിയെന്ന് വിളിക്കുന്നതും രണ്ടൊരു പോലെയാണോ? മോനെന്ന് വിളിക്കുന്നതും കുഞ്ഞുമോനെ പൊന്നുമോനെ എന്ന് വിളിക്കുന്നതും ഒരുപോലെയാണോ? ആ വിളിയിൽ തന്നെ ചില പാഠങ്ങളുണ്ട്. മക്കള് ബാപ്പയെയാണെങ്കിലും ബാപ്പ മക്കളെയാണെങ്കിലും നല്ല ഒരു സ്നേഹം തുളുമ്പുന്ന വിളിയാളം നടത്തണമെന്ന് ഇതിൽ പാടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ ബാപ്പ മകനെ വിളിക്കുന്നതും മകൻ ബാപ്പയെ വിളിക്കുന്നതും ഖുർആൻ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. ബാപ്പ മോനെ വിളിക്കുമ്പോൾ അതാ തൊട്ട് ശേഷമുള്ള ആയത്തിൽ പറയുന്നുണ്ട്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്നാണ്. യാ ബനി എന്ന് വിളിച്ചാൽ മതി. പക്ഷെ അങ്ങനല്ല, യാ ബുനയ്യ, കുഞ്ഞുമോനെ, പൊന്നുമോനെ. ആ വിളിയിൽ പോലും സ്നേഹം തുളുമ്പണം. ഉമ്മാക്ക് ബാപ്പാക്ക് മക്കളോട് വല്ലാത്തൊരു സ്നേഹമുണ്ട് എന്ന് ആ വിളിയിൽ തന്നെ മക്കൾക്ക് ബോധ്യപ്പെടണം. ബാപ്പ എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ ഒരു വീട്ടിൽ ഭരിക്കുന്ന ഒരാളായി, വലിയ അവർകളായി, ചിരിക്കാതെ ഇരിക്കേണ്ട ഒരാൾ എന്ന വിചാരമുണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. ബാപ്പ എന്ന് പറഞ്ഞാൽ അവർകളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഗൗരവമുള്ള വർത്താനം മാത്രമേ പറയാൻ പാടുള്ളൂ. ബാപ്പ ഉണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ വേറൊരു ശബ്ദം ഉണ്ടാവില്ല, ആ വീട്ടിൽ പിന്നെ തമാശ ഉണ്ടാവില്ല. അങ്ങനെയാണോ ബാപ്പ ആവേണ്ടത്? ആണോ? അല്ല. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഏതായാലും പൊന്നുമോൻ ബാപ്പയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, യാ അബ്ബത്തി, എന്റെ ഉപ്പച്ചി പൊന്നുപ്പ, ഇന്നി റഅയ്തു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് കണ്ടതെന്നറിയോ? 11 കൗകബാ, 11 നക്ഷത്രങ്ങൾ. കൗകബ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം. 11 എന്ന് പറഞ്ഞാൽ ഒരു എണ്ണാണ്. എത്ര? 11. 11 അഷർ എന്ന് പറഞ്ഞാൽ 10 അല്ലേ? എന്റെ കൂടെ ഒന്നുകൂടി ഉണ്ട് കൂട്ടി. 11 11. ബാപ്പേ ബാപ്പേ, ഇന്നി റഅയ്തു, തീർച്ചയായും ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. കണ്ടതിതാണ് 11 കൗകബാ, 11 നക്ഷത്രങ്ങളെ ഞാൻ കണ്ടു. വശംസ വൽ ഖമറ, വശംസ
സൂര്യനെയും വൽ ഖമറ, ചന്ദ്രനെയും. സൂര്യനും ചന്ദ്രനും ഒക്കെ നക്ഷത്രത്തിൽപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രത്യേകതയുള്ളത് കൊണ്ട് അതൊന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. സൂര്യനെ ഞാൻ കണ്ടു, ചന്ദ്രനെ ഞാൻ കണ്ടു, കൂടാതെ 11 നക്ഷത്രങ്ങളെയും കണ്ടു. എന്താണ് കണ്ടതെന്നല്ലേ? റഅയ്തുഹും ലീ സാജിദീൻ. ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ബാപ്പ. ആകാശത്ത് നിന്ന് സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും പതുക്കെ പതുക്കെ ഭൂമിയിലേക്ക് അങ്ങനെ ഇറങ്ങി വരികയാ. അതെല്ലാം എൻ്റെ അടുത്തേക്ക് വരികയാ. എൻ്റെ മുന്നിൽ വന്ന സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും സുജൂദിയാൻ. റഅയ്തുഹും, അവയെ ഞാൻ കണ്ടു. ലീ സാജിദീൻ, എല്ലാം എനിക്ക് എല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്ര വയസ്സാണെന്നറിയോ? 12 വയസ്സ്. എത്ര? സയ്യിദുനാ യൂസുഫ് നബിന്റെ പേര് പറയുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയണം. അള്ളാഹുവിന്റെ മഹാന്മാരായ അംബിയാഇന്റെ അർവാഹിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. ഈ മജ്ലിസിൽ വന്ന ഒരാൾക്കും മുറാദ് ഹാസിലാവാതെ, വിഷമങ്ങൾ തീരാതെ, മനസ്സിന് സന്തോഷം കിട്ടാതെ തിരിച്ചു പോകേണ്ട ഒരവസ്ഥ വരരുത്. അതിന് മഹാന്മാരുടെ സാന്നിധ്യവും റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യവും അള്ളാഹുവിന്റെ പൊരുത്തവും നമുക്ക് കിട്ടണം. അതിന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്നെങ്കിലും മിനിമം പറയണം. നബിമാരല്ലേ? അള്ളാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ വിജയവും നമുക്ക് തരട്ടെ, എല്ലാ ഖൈറും അള്ളാഹു നമുക്ക് തരട്ടെ. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എത്രയാണെന്ന് വയസ്സ്? 12. 11 എന്ന് പറഞ്ഞ എന്താ? നക്ഷത്രങ്ങളാണ്. 11 എന്ന് പറഞ്ഞത് നക്ഷത്രങ്ങളുടെ എണ്ണം. 11 നക്ഷത്രവും സൂര്യനും ചന്ദ്രനും. അപ്പൊ മൊത്തത്തിലായി 13ആയി. ഇതെല്ലാം കൂടി വന്നിട്ട് എന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് ഞാൻ കണ്ടു. ആ സ്വപ്നം കണ്ട പ്രായം 12 വയസ്സ്. എന്നാൽ 7-ാം വയസ്സിൽ തന്നെ തത്തുല്യമായി മറ്റൊരു സ്വപ്നവും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടിരുന്നു. മഹാനായ ഇമാം റാദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 7-ാം വയസ്സിൽ തന്നെ യൂസുഫ് നബി മറ്റൊരു സ്വപ്നവും കണ്ടിരുന്നു. റആ യൂസുഫു വഹുവ ഇബ്നു 7 സിനീൻ. 7-ാം വയസ്സിൽ യൂസുഫ് നബി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അന്ന 11 വടികൾ, ത്രിവാലൻ നല്ല നീളത്തിലുള്ള വടികൾ, കാനത്ത് മർകൂസത്തും ഫിൽ അർളി കഹൈഅത്തിദ് ദായിറ, വൃത്താകൃതിയിൽ ആ 11 വടികൾ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുകയാണ്. ഒരു വട്ടം വരച്ചു. ആ വട്ടത്തിന് കണക്കാക്കി വടികൾ ഇങ്ങനെ 11 വടികൾ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുന്നു. فإذا أسن صغيرة وثبت عليها حتى ابتلعتها. എന്താ സ്വപ്നം എന്നറിയോ? യൂസുഫ് നബി കാണാണ് വൃത്താകൃതിയിൽ 11 വടികൾ ഇങ്ങനെ കുത്തിവച്ചിരിക്കുന്നു. അതിലേറ്റവും ചെറിയ വടി വലിയ വടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ വലിയ വടികളെ ഇങ്ങനെ വിഴുങ്ങുന്നതാണ് മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടത്. അന്ന് എത്ര വയസ്സാ? 7 വയസ്സ്. അന്ന് എന്നെ ബാപ്പയോടത് പറഞ്ഞപ്പോൾ ബാപ്പ പറഞ്ഞു, പൊന്നുമോനെ, ഇയ്യാക അൻ തദ്കുറ ഹാദാ ലി ഇഖ്വതിക, ഒരു കാരണവശാലും നീ കണ്ട സ്വപ്നം നിന്റെ സഹോദരന്മാർ അറിയാൻ പാടില്ല. ഈ കണ്ട സ്വപ്നം ഒരു കാരണവശാലും നിന്റെ സഹോദരന്മാർ അറിയാൻ പാടില്ല. പിന്നെയാണ് 12-ാമത്തെ വയസ്സിൽ കാണുന്നത്. എന്താണ് കാണുന്നത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യുന്നത്. ഉടനെ ബാപ്പയോട് ആ കാര്യം പറഞ്ഞു. അപ്പോഴും ബാപ്പ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പൊന്നുമോനോട് പറയുന്നുണ്ട്, മോനെ ലാ തദ്കുർഹാ ലഹും, ബാപ്പാക്ക് നിന്നോട് പറയാനുള്ളത് ഒരു കാരണവശാലും നീ കണ്ട സ്വപ്നം അവരോട് പറയാൻ നിന്റെ
ജ്യേഷ്ഠാനുജന്മാരോട് പറയണ്ട. പറഞ്ഞാൽ ഫയക്കീദൂ ലക കൈദാ, നിന്നെ നശിപ്പിക്കാനായി പല കുതന്ത്രങ്ങളും അവർ ആവിഷ്കരിക്കും. കാരണം ഇവിടെ അൽ കവാകിബു ഇഖ്വതുഹു, നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞത് നിന്റെ സഹോദരന്മാരാണ്. വശംസു എന്നത് ഉമ്മയാണ്. വൽ ഖമർ, ചന്ദ്രൻ എന്നത് ബാപ്പയാണ്. ഞാനും നിന്റെ ഉമ്മയും ഈ സഹോദരന്മാരൊക്കെയും നിന്റെ കാരുണ്യം തേടി നിന്റെ കാൽക്കീഴിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ് ഈ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇതിപ്പോൾ അവരോട് നീ പറഞ്ഞാൽ നിന്നോട് അസൂയ മൂത്ത്, ദേഷ്യം മൂത്ത് അവര് നിന്നെ നശിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കും. കുഞ്ഞുമോനെ, നീ വലിയ ദർജയിലെത്തും, ഞങ്ങളൊക്കെ നിന്റെ കീഴിലേക്ക് നിന്റെ കാരുണ്യം തേടി വരേണ്ടി വരും. ഇതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബാപ്പ. പക്ഷേ ഇതപ്പുറത്തുനിന്ന് ആ സഹോദരന്മാരിൽ ഒരാൾ കേട്ടിരുന്നു. ബാപ്പ പറഞ്ഞു കൊടുക്കാണ്, അവര് കുതന്ത്രം ആവിഷ്കരിക്കും. അടുത്ത ആയത്ത് ഇതൊക്കെ ഓതി നോക്കുക. ഇതൊക്കെ ഓതിയിട്ട് നമ്മൾ ഈ പറഞ്ഞ അർത്ഥമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ ക്ലാസ് ഒരു തവണ ഇവിടെ നിന്ന് കേട്ടാലും ഇപ്പൊ യൂട്യൂബ് ചാനലിലൊക്കെ ഇത് ലൈവായി സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് പിന്നെയും കേൾക്കാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. ആയത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ഒഴിവുള്ള സമയത്ത് അങ്ങനെ അത് ഓതുക, ഇത് കേൾക്കുക. പടച്ചോനെ റബ്ബേ, അപ്പൊ ഈ ഖുർആൻ നമ്മളെ കൽബിൽ പ്രകാശം പരത്തും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ പറയ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞപ്പോൾ അടുത്ത ആയത്ത്, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക. യാ ബുനയ്യ, പൊന്നുമോനെ. എങ്ങനെ വിളിച്ചത്? യാ ബുനയ്യ, കുഞ്ഞുമോനെ. അമ്പിയായിന്റെ രീതിയാണത്. ഇപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ സ്വപ്നം കണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കത്തിയും മൂർച്ച കൂട്ടി ചെന്ന് മക്കയിൽ നിന്ന് ആ മോനെ കണ്ടപ്പോ തന്നെ അഭിസംബോധനം ചെയ്തത് എന്താ? യാ ബുനയ്യ. فلما بلغ معه السعي قال يا بني إني رأى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه يا إبراهيم قد صدقت رؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم. അവിടെയും ആ ബാപ്പ മോനെ യാ ബുനയ്യ എന്ന് വിളിച്ചു. മോനെ, നിന്നെ അറക്കണമെന്ന് സ്വപ്നം കണ്ടിട്ട് വന്നതാ. അപ്പൊ മോൻ ബാപ്പാനോട് അല്ല ബാപ്പ, അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിട്ട് നിങ്ങൾ എന്റെ അഭിപ്രായം ചോദിച്ചു നിൽക്കുകയാണോ? ആ കൽപ്പിക്കപ്പെട്ടതായിട്ട് ചെയ്താ പോരെ. അവിടെയും ഞങ്ങളെ കുടുംബങ്ങൾക്കിടയിലൊക്കെ നല്ല സ്നേഹബന്ധം നൽകണേ റബ്ബേ, നല്ല ഐക്യം നൽകണേ റബ്ബേ, ഒരുമ നൽകണേ റബ്ബേ. കണ്ണീരോടെന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞു, എന്റെ മൂത്ത മോളെ സ്വഭാവം വളരെ മോശം. മൊബൈലായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കണ്ണിൽ കണ്ടതൊക്കെ അത് എത്ര വില പിടിപ്പുള്ളതാണെങ്കിലും എടുത്തു വലിച്ചെറിയാൻ, ഒരു വക്തോട് നിസ്കരിക്കണില്ല. എത്ര വലിയ വേദനയോടുകൂടെയാണ് റബ്ബേ അതൊക്കെ പറയുന്നത്. 20 വയസ്സായ മകന്റെ ദുസ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. കൂട്ടുകെട്ടിൽ കൂടി അങ്ങനെ നടക്കും. വീട്ടിൽ വന്നാൽ എന്താണ് അവന്റെ പെരുമാറ്റം, എത്രത്തോളം മോശാണ്. അള്ളാഹുവേ നീ കാക്കണമേ റബ്ബേ, അള്ളാഹുവേ നീ റാഹത്ത് നൽകണേ റബ്ബേ, മക്കളെ കൊണ്ടൊക്കെ എല്ലാ സന്തോഷവും നീ നൽകണേ റബ്ബേ. പടച്ചോനെ, ഇന്നീ മജ്‌ലിസിൽ എത്തിപ്പെട്ട ഒരാൾക്കും നരകം കാണേണ്ട ഒരവസ്ഥ വരുത്തരുതേ റബ്ബേ, ഖബറിൽ സങ്കടപ്പെടേണ്ട ഒരവസ്ഥ വരുത്തരുതേ റബ്ബേ, ദുനിയാവിലും സങ്കടങ്ങളില്ലാതെ റാഹത്ത് നൽകണേ റബ്ബേ. പ്രത്യേക ശ്രദ്ധിക്കുക, ഇവിടെ ഈ വഴിയിൽ ഇങ്ങനെ കസേരയിടുന്ന ഒരു സങ്കടം പറഞ്ഞു.
വഴിയിൽ കസേലിട്ടാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ ഖൈറും നമുക്കെല്ലാവർക്കും നൽകട്ടെ. അപ്പൊ ഈ ബാപ്പ മകനോട് പറയാൻ, പുന്നുമോനെ. ഏത് ബാപ്പ? സയ്യിദുനാ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. പുന്നുമോനെ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക, ലാ തഖ്സുസ് നീ പറഞ്ഞു പോകരുത് ഈ സ്വപ്നത്തിന്റെ കഥ, റുയാക നിന്റെ സ്വപ്നം, അതിന്റെ കഥ നീ പറഞ്ഞു പോകരുത്, അലാ ഇഖ്വതിക നിന്റെ സഹോദരന്മാരോട്. മക്കളുടെ വളർച്ചയിൽ ബാപ്പാക്ക് അസൂയ വന്നിട്ടില്ലെങ്കിലും ആർക്കസൂയ വരാം? സഹോദരന്മാർക്ക്, ജ്യേഷ്ഠാനുജന്മാർക്ക് അസൂയ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ആ ബന്ധങ്ങൾക്കിടയിലൊക്കെ ഐക്യവും ഒരുമയും ബറക്കത്തും റാഹത്തും നൽകട്ടെ. എല്ലാ അർത്ഥത്തിലും പരസ്പര സഹകരണത്തിന്റെ ബോധം നൽകട്ടെ. പക്ഷെ അതിനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണല്ലോ മക്കളെ കൂട്ടത്തിൽ ഒരാളെ മാത്രം ഒരു കാരണവശാലും പ്രത്യേകം പരിഗണിക്കാൻ പാടില്ല. 4 മക്കളുണ്ട് അല്ലെ, 5 ആൺമക്കളുണ്ട്. ആ 5 ആൺമക്കളെയും ഒരേ കണ്ണുകൊണ്ട് കാണണം. ഒരാളോടൊരു പ്രത്യേക സ്നേഹം, ഒരു പക്ഷേ ചില കാരണങ്ങളാൽ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ മക്കളിൽ ഏതെങ്കിലും ഒരാളോട് അവന്റെ സ്വഭാവ മഹിമ കൊണ്ടും അവന്റെ സാമർത്ഥ്യം കൊണ്ടും മാതാപിതാക്കളെ പരിഗണിക്കുക, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക, അവരുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകുമല്ലോ. പക്ഷെ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ പാടില്ല. അവന് തോന്നും, മറ്റുള്ളവർക്ക് തോന്നും, പാപ്പാക്ക് സ്നേഹവനോടാണ്, ഇഷ്ടവനോടാണ്, താല്പര്യമോനോടാണ്. അപ്പോൾ പിന്നെ അവനോട് തന്നെ ഒരുതരം പകയും വിദ്വേഷവും വൈരാഗ്യവും അസൂയയും വരാൻ സാധ്യത. ചിലരൊക്കെ ദ്വയർക്കാൻ പറയുമ്പോ പറയും ചെയ്യാറുണ്ട്, ഉസ്താദെ പാപ്പാക്ക് 5 മതി, 5 പുകഴ്ത്തും. ഓന്റെ മധു പറയുന്നൊരു പണിയാണ്. ഓന് പഠിച്ച അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്, അപ്പാക്ക് ഓനെ കൊണ്ട് വലിയ ഗുണുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ നയിക്കുന്നുണ്ടെങ്കിലും അതിന് മാത്രമൊന്നും കിട്ടണില്ല. ഓൻ കൊടുക്കുന്ന പോലെ അപ്പാക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിലൊക്കെ പല പരിപാടി നടക്കുമ്പോ ഓനെല്ലാം അറിയും, നമ്മളൊന്നും, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ, ഓനെല്ലാം അറിയും, നമ്മളിതൊന്നും അറിയണില്ല. അങ്ങനെ ആവരുത്. പറയേണ്ടതാണെങ്കിൽ എല്ലാരെയും അറിയിക്കേണ്ടത് എല്ലാരെയും അറിയിക്കുക. ഒരു ഏറ്റ വ്യത്യാസം പരിഗണനയുടെ കാര്യത്തിൽ ഉണ്ടായാൽ അത് മാതാപിതാക്കൾക്കും കേടായിരിക്കും, ആരെയാണോ നമ്മൾ പരിഗണിക്കുന്നത് അവർക്കും കേടായിരിക്കും. കുടുംബത്തിൽ തന്നെ ഭിന്നതയുണ്ടാവാൻ അത് കാരണമായി പോകും. എത്രയോ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ായാലും ഈ ബാപ്പ പറയുകയാണ്, നിന്റെ സഹോദരങ്ങളോടൊരിക്കലും ഈ സ്വപ്നം നീ പറഞ്ഞു പോകരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കവർ പാരപണിയും. അതിന്റെ അർത്ഥം കൈദ് എന്ന് പറഞ്ഞാൽ ചതി എന്നർത്ഥം, കുതന്ത്രങ്ങൾ. വലിയ കുതന്ത്രങ്ങൾ നിനക്കെതിരെ അവരാസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തും. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ശൈത്താനെന്ന് തിരിച്ചറിയണം. അവന്റെ ഏറ്റവും വലിയ താല്പര്യവും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്, അനൈക്യമുണ്ടാക്കലാണ്, അദാവത്ത് ശത്രുതയുണ്ടാക്കലാണ്, പരസ്പര വിദ്വേഷമുണ്ടാക്കലാണ്. അല്ലാഹു കാക്കട്ടെ. അതൊന്നും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അത് മനസ്സിലാക്കണം. വീട്ടിലുള്ളവർക്കിടയിൽ തമ്മിൽ വെറുപ്പുണ്ടാക്കാൻ ഭയങ്കര പരിശ്രമം നടത്തും ആര്? ശൈത്താൻ. കൂടെ ജോലി ചെയ്യുന്നവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അനൈക്യുണ്ടാക്കുക, അദാവത്തുണ്ടാക്കുക, ശത്രുത ഉണ്ടാക്കുക, ഇതിന് വലിയ ശ്രമം നടത്തും ആര്? ശൈത്താൻ. നന്നായി നിസ്കരിക്കുന്നവരായിരിക്കും വീട്ടിൽ ഉമ്മ, വീട്ടിൽ വല്യമ്മ, വീട്ടിൽ നാത്തൂന്, വീട്ടിൽ ഭാര്യ, ഇവരൊക്കെ ഇബാദത്തിന്റെ വിഷയത്തിലൊക്കെ നല്ല ഉഷാറാണ്.
ആ ഇബാദത്തിൽ നിന്ന് അതിൻ്റെ ഒരു മധുരവും താല്പര്യവും അറിഞ്ഞതുകൊണ്ട് അവരെ മുടക്കാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെ പിശാച് കെണിഞ്ഞ് പരിശ്രമിക്കുന്നത് എന്തിനായിരിക്കും? ഇവർക്കിടയിൽ അനൈക്യം ഉണ്ടാവണം. ഉമ്മാക്ക് മരിയോളോട് അല്ലെ മോളോട് ദേഷ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ മരുമകൾക്ക് ഉമ്മയോട് ഭർത്താവിന്റെ ഉമ്മയോട് ദേഷ്യം ഉണ്ടാവണം, ഇളച്ചിയും മുത്തച്ചിയും തമ്മിൽ എപ്പോഴും ഇങ്ങനെ വരസണം. അത് ശൈത്താന്റെ ഒരു താല്പര്യമാണ്. സത്യത്തിൽ കാര്യമായ തെറ്റുകളൊന്നും ഉണ്ടാവില്ല, ചില തെറ്റിദ്ധാരങ്ങളായിരിക്കും കാരണം. അതിന്റെ പേരിൽ ഉള്ളിൽ ഇങ്ങനെ വെറുപ്പ് വെച്ചിട്ട് ഒരു തരം അകലം, ഹൃദയത്തിൽ അദാവത്തുണ്ടായി കഴിഞ്ഞു. എന്നാ പിന്നെ എത്ര നിസ്കരിച്ചാലും ഒരു പ്രശ്നമായിരിക്കില്ല, ശൈത്താനില്ല. കാരണം അല്ലാഹു തആല സ്വീകരിക്കൂല. തമ്മിൽ വെറുപ്പും അസൂയയും പകയും വെച്ച് നടക്കുന്നവർ ഹൃദയത്തിൽ അങ്ങനെ മറ്റൊരാളോട് ഒരു അദാവത്ത് വെച്ച് നടന്നുവെങ്കിൽ പിശാച്, അല്ലാഹുവേ, പിശാച് പിന്നെ അവരെ അമലിൽ നിന്ന് തടയില്ലല്ലോ. എന്തേ കാര്യം? അവരെ അമല് ചെയ്തിട്ട് ഞാനീ പറഞ്ഞത് ഉറങ്ങി കേൾക്കേണ്ട വയലല്ല, ഇത് ഉണർന്ന് കേൾക്കേണ്ട വയലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പെട്ടെന്ന് തെറ്റിദ്ധാരണ ആരിട്ട് തരും? ശൈത്താൻ ഇട്ട് തരും. കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോഴാണ് ശത്രുതയും ദേഷ്യവും വെറുപ്പൊക്കെ ഉണ്ടാവുക. ഖുർആനിൽ ഈ ഒരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഇന്നമാ യുരീദു ശൈത്വാൻ, പിശാച് ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഉണ്ടായി കിട്ടലാണ്, അൽ അദാവത വൽ ബഗ്ളാ, പരസ്പരം ശത്രുതയുണ്ടാവലാണ്, തമ്മിൽ വിദ്വേഷമുണ്ടാവലാണ്. അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ താല്പര്യം. അതുണ്ടായി കഴിഞ്ഞാലോ? അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഖുർആൻ ഖത്ബ് ദിവസം തീർത്തോളി, ഒരു കുഴപ്പമില്ല. കാരണം അല്ലാഹു തആല സ്വീകരിക്കൂല. അപ്പൊ പിന്നെ ശൈത്താൻ പ്രശ്നമല്ല, പിന്നെ അവരെ തടയാൻ ശൈത്താൻ ശ്രമിക്കൂല. പടച്ചോനെ റബ്ബ് നമ്മളെ കാക്കട്ടെ. എല്ലാരെ കുറിച്ചും തെറ്റിദ്ധാരണ ഉണ്ടാക്കും, എല്ലാവരിലും ഉണ്ടാക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചൊരു ഹദീസ് പറയട്ടെ. സഹോദര സഹോദരി ശ്രദ്ധിക്കണേ. ബഹുമാനപ്പെട്ട സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ, മഹദി സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹാ ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കുകയാണ്. അനുമ്മിൽ മുഅ്മിനീൻ സഫിയ്യത ബിൻത് ഹുയയ്യൻ റളിയല്ലാഹു അൻഹാ ഖാലത്. ശ്രദ്ധിക്കണേ, സഫിയ്യ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്തകിഫ. റസൂലുള്ളാഹി ഒരിക്കൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കായിരുന്നു. റമളാനൊക്കെ ആയാൽ പകലും രാത്രിയൊക്കെ പള്ളിയിൽ തന്നെ ആയിരിക്കും ആര്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഫഅതൈതുഹു അസൂറുഹു ലൈല, ഒരിക്കൽ രാത്രിയിൽ റസൂലുള്ളാഹി പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കവേ ഞാൻ നബി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയി, സന്ദർശിക്കാൻ പോയി. ആര് പറയാ? ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? സ്ഥലത്തുണ്ടോ? ആര് പറയാണ്? ഒന്ന് എഴുന്നേറ്റ് ഒരു 3 നാരിയത്ത് സലാത്ത് ചൊല്ലി എല്ലാവരും ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ പൊതിയട്ടെ. ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ എത്തിപ്പെടാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് കണക്കാക്കിയ സകല ബലാ മുസീബത്തും അല്ലാഹു നീക്കി തരട്ടെ. ആരൊക്കെ ഇന്നത്തെ ഈ മജ്ലിസിൽ റബ്ബേ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ അവർക്ക് പൂർണ്ണമായും അവരുടെ ഉദ്ദേശം നിറവേറി കിട്ടുന്ന നിലയ്ക്ക് ഇജാബത്ത് കിട്ടണം.